ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി മൺഡേ. ഞാനിപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ചിലർ ചോദിക്കാറുള്ള ഒരു മെഡിസിനെ പറ്റി ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. എംപാഗ്ലിഫ്ലോസിൻ അല്ലെങ്കിൽ ജാഡിയൻസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഡയബറ്റീസ് രോഗികൾക്ക് സ്ഥിരമായി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ്. SGLT2 എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്താണ് വരുന്നത്. ഫാക്സീജിയ, ഇൻവോക്യാന, ജാഡിയൻസ്, എംപാഗ്ലിഫ്ലോസിൻ ഇതെല്ലാം സെയിം ഫാമിലി വരുന്ന മെഡിസിൻസ് ആണ്. ഈ മെഡിസിൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മെഡിസിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ യൂറിനിൽ കൂടി എക്സ്ട്രാ ഷുഗർ കിഡ്നി ട്യൂബ്യൂൾസ് വഴി അബ്സോർബ് ആയിട്ട് അത് തിരിച്ച് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്താണ് നമ്മുടെ ഷുഗർ കൺട്രോൾഡ് ആവുന്നത്. സോ ഇതെടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. എസ്പെഷ്യലി യൂറിൻ ഡാർക്ക് യെല്ലോ കളറായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ഇനഫ് വാട്ടർ. ഡീഹൈഡ്രേറ്റഡ് ആവാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കണം. രാവിലെ എപ്പോൾ വേണേലും രാവിലെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ പകൽ നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള സമയവും സ്വാതന്ത്ര്യവും ഉണ്ട്. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടുതലും ഈസ്റ്റ് ഇൻഫെക്ഷൻസ് ആയിട്ട് സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത്. അത് മെന്നിലും ഉണ്ടാവും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അതുകൊണ്ട് എപ്പോഴും പേഴ്സണൽ ഹൈജീൻ, വെറ്റ് വൈപ്സ് അല്ലെങ്കിൽ വാട്ടർ യൂസ് ചെയ്ത് ഹൈജീനും കീപ്പ് ചെയ്യേണ്ടതാണ്. ഈ മെഡിസിൻ ബ്ലഡ് പ്രഷറിനും സഹായിക്കും. അതുകൊണ്ട് പിന്നെ 10 to 15 pounds വെയിറ്റ് ലോസ് ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം എടുക്കുക. എപ്പോഴും ലാബ് വാല്യൂസ്, ക്രിയാറ്റിൻ ആൻഡ് EGFR മോണിറ്റർ ചെയ്യുക. താങ്ക് യു.